ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ അമ്പലം, ഇവിടെ നമുക്കറിയാം ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് ഈ പ്രദേശമെന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ അമ്പലം ഉണ്ടായിരുന്നത്. ഈ അമ്പലം പണിതിട്ട് അധികം നാളുകളായിരുന്നില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം പള്ളി, അതിൻ്റെ തൊട്ടടുത്ത് സ്കൂള്, ഇങ്ങനെ എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ്. ആ നാട്ടിൻ്റെ അനുഭവങ്ങൾ പറയാൻ ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം തുടക്കം മുതലുണ്ടായിരുന്ന ഇതിൻ്റെ ഭാരവാഹികളായ ഒരു കുടുംബം ഇവിടെ എത്തിയിരിക്കുകയാണ്. രവീന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ സബിത, അല്ലേ സബിത? എന്താണ് നിങ്ങൾക്ക് ഓർമ്മ, ഇതുമായി ഈ നാടിനെക്കുറിച്ചുള്ള ഓർമ്മ ഒന്ന് പങ്കുവെക്കാം. ഈ നാടിനെക്കുറിച്ചുള്ള ഓർമ്മ നല്ലത് മാത്രമേ ഇവിടെ ഈ നാടിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇവിടെ ജാതി ഭേദമന്യേ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമായാലും അതേപോലെ പിന്നെ പള്ളിയിലുള്ള പരിപാടികളായാലും ക്ഷേത്രത്തിലുള്ള പരിപാടികളായാലും എല്ലാവരും കൂടി യോജിച്ചുള്ള പരിപാടികളാണ് ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഉത്സവത്തിന് തന്നെ കുറച്ച് എല്ലാ ആളുകളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വന്ന് സ്വയമായിട്ട് പിന്നെ വാളണ്ടിയറായിട്ട് നിയന്ത്രിക്കാനും പിടിക്കാനും അവരെല്ലാവരും ഒന്നായിട്ടാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് വേണ്ടി അത്രമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും, ഇന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല, ആത്മാർത്ഥ സുഹൃത്തായ നസീർ, പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ചേട്ടൻ്റെ വിഷമം നമുക്ക് മനസ്സിലാകും. ഇവിടെ ഈ രണ്ടുപേരും, ഇവർ ഭാര്യയും ഭർത്താവും ഈ വള്ളാർമല സ്കൂളിലാണ് പഠിച്ചത്. അവർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അവരുടെ വിഷമം അത്രത്തോളമുണ്ട്. പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണ്. ഹസ്ബൻഡിൻ്റെ അവർ ഈ ഇതും ഞാൻ പുത്തുമലയായിരുന്നു. പിന്നെ ഞങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെ തന്നെ. ഇപ്പം നമ്മളെ ഈ ഒരു പ്രദേശത്തുള്ള എല്ലാവരും പഠിച്ച് വളർന്ന സ്കൂളാണിത്. നമ്മളെ പിള്ളേർ പഠിച്ചത് ഇവിടെയാണ്. അപ്പോൾ എല്ലാതും ഇവിടെ നിന്ന് ജനിച്ച് വളർന്ന ആരും ഇവിടെ വിട്ട് പോയിട്ടില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് ചെറുപ്പം മുതലുള്ള ബന്ധങ്ങളാണ് എല്ലാതും. ഫ്രണ്ട്സുകൾ, അവരുടെ മക്കൾ, കുട്ടികൾ, അങ്ങനെ വേണ്ട എല്ലാവരും ഒരു കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ. എവിടെ പോയി കഴിഞ്ഞാലും സ്നേഹത്തോടെ അല്ലാതെ നമുക്ക് ഒരു മുഖം തിരിഞ്ഞൊരിത് നമുക്ക് ഇവിടുന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ താങ്ങാൻ വരെ പറ്റുന്നില്ല ഇവിടുത്തെ ഒരവസ്ഥ. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ടീം വർക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു ടീം വർക്ക്. സ്ത്രീകളായാലും ചെറിയ 5 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള അമ്മമാർ വരെ ഞങ്ങളൊരു വൃന്ദാവനം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. എപ്പോഴും പാട്ടും കളിയും ചിരിയും എല്ലതും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി മറിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നാളെ ഞങ്ങൾ ആ ക്ഷേത്ര തന്ത്രി വരുന്നുണ്ട് ഇവിടെ 3 മണിക്ക്. അപ്പോൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു പുനരുദ്ധാരണത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാകും. എങ്ങനെ ഈ നാടിനെ പുനർജീവിപ്പിക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് കാരണം എല്ലാവരെയും അവിടെ ഇവിടെയും കൊണ്ടുപോയിടാതെ എല്ലാവരും ഒരുമിച്ച് ഇനി കുറച്ച് ആളുകളെ ഞങ്ങളുള്ളൂ. അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ചിട്ട് ഒരു സ്ഥലത്താക്കണം എന്നാണ് പറയാനുള്ളത്. ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്.